ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു എളുപ്പത്തിലൊരു സ്മൂത്തിയാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ആദ്യം തന്നെ ഞാനൊരു 3/4 സ്പൂണോളം ചിയ സീഡാണ് കേട്ടോ. അത് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ചിയ സീഡ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ സബ്ജ സീഡ് ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മൾ ഫലൂദയിലൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു 10-15ഓളം ബദാമാണ് കേട്ടോ. ഇത് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല. ഇത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. ഞാനിവിടെ ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ തിളപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ തൊലിയെടുത്ത് കളയാൻ പറ്റും. കുറച്ചൊന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. ഇത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ തൊലിയൊന്ന് കുറച്ചിങ്ങനെ വിട്ട് വന്ന പോലെ ഒരു ഫീലാവും കേട്ടോ. അന്നേരം സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഊരി വരും കേട്ടോ. പാലൊന്നും ചേർക്കാതെ നമുക്കൊരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഇത് കുടിക്കാം കേട്ടോ സ്മൂത്തി. അപ്പോൾ തടിയൊക്കെ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരാൾക്ക് കുടിക്കാൻ പാകത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പാലിന് പകരം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പാല് കുടിക്കാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള സ്മൂത്തി. അപ്പോൾ ഞാനിതിവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലിയോളം ഡേറ്റ്സ് ആണ് കേട്ടോ. കുരു കളഞ്ഞ് വെച്ചതാണ് ഞാൻ. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. ഇതിന് പകരം നമ്മൾക്ക് ചെറുപഴങ്ങളും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് കിട്ടിയത് റോബസ്റ്റ പഴമാണ്. അത് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ 2 പഴവും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയാവും. മറ്റേ പഴം കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിനായിട്ട് ബദാം എടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ്സിനായിട്ട് ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 2 തുള്ളിയോളം വാനില എസൻസും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ടല്ല കേട്ടോ ഞാനിത് എടുക്കുന്നത്, ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള ചിയ സീഡ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഇതിനെ ഇനി നമ്മളിപ്പോൾ അടിച്ചെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. സബ്ജ സീഡ് പോലെയല്ല, ചിയ സീഡ് കുറച്ചുകൂടി നല്ല സോഫ്റ്റാണ്, കുറച്ചുകൂടി ചെറുതുമാണ്. അപ്പോൾ ഇത് കുറച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ. പാല് ചേർക്കാതെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയാണ് കേട്ടോ. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനും നല്ലതാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി. ബാക്കിയുള്ള ചിയ സീഡ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.